ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഈ ഹല്ലേലൂയ എന്ന് പറഞ്ഞ അർത്ഥം? ദൈവത്തിന് സ്തുതി എന്നാണ് അർത്ഥം, അല്ലേ? ഈ അടുത്ത കാലത്ത് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ എന്നൊന്നും ഞാൻ പറയുകയില്ല, അത് ഈ കരിസ്മാറ്റിക്കുകാർ കണ്ടുപിടിച്ചൊരു വാക്കാന്ന് പറഞ്ഞു. കരിസ്മാറ്റിക്കുകാരല്ല ഹല്ലേലൂയ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത്. ആരാ കണ്ടുപിടിച്ചേ? അത് വിശുദ്ധ ബൈബിളിലെ വളരെ സമൃദ്ധമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്. ദൈവത്തിന് സ്തുതി എന്ന് ഹീബ്രു ഭാഷയിൽ പറയുന്നതാണ് എന്ത്? ഹല്ലേലൂയ എന്ന്. അതുകൊണ്ട് അത് കരിസ്മാറ്റിക്കുകാരുടെ വാക്കാണ്. ഞാൻ കരിസ്മാറ്റിക്കൊന്നുമല്ല, ഞാനത് പറയുകയില്ല എന്നാരും പറയാൻ പാടില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? എന്താ? ദൈവസ്തുതി പാടുക എന്ന്. സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ സർവേശ്വരനായ ദൈവത്തിന് സ്തുതി പാടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലേ? അപ്പോൾ സ്തുതി പാടാൻ മനസ്സില്ല എന്ന് പറയുന്നവൻ ആത്യന്തികമായി പറയുന്നത് എന്താ? സ്വർഗത്തിൽ പോകാൻ മനസ്സില്ല എന്നാണ്. സ്തുതി പറയാൻ മനസ്സില്ലാത്തവർ സ്വർഗത്തിൽ ചെന്നാൽ അവർക്ക് പരമ ബോറിംഗ് ആയിരിക്കും. കാരണം എന്താ? സ്വർഗത്തിലെ ഏക ജോലി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കുക ദൈവത്തിൻ്റെ പരിപാലിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം നമ്മളെ ഏവരെയും പരിപാലിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലും ആവർത്തിക്കപ്പെടുന്ന ദൈവപരിപാലനയിൽ ആശ്രയിക്കാനുള്ള ആഹ്വാനം ആണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്ന വചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. ഭക്ഷണം ശരീരത്തിന് ആവശ്യമുണ്ട്, പക്ഷേ ദൈവീകമായ ചിന്തകൾ ഭക്ഷണത്തെക്കാളും വസ്ത്രത്തെക്കാളും ഉപരിയാണ്. ഈശോ ഈ ആശയം വിശദമാക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ കാക്കകളെ നോക്കുവിൻ. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നമ്മൾ. ഈശോ പറയുക, അല്ലേ? കാക്കയെക്കാളും മെനയുണ്ട് നമ്മളിൽ ആരെ കണ്ടാലും, അല്ലേ? അല്ലേ സഹോദരിമാർ? കാക്കയെക്കാളും മെനയുണ്ട് നമ്മളെ കണ്ടാൽ. നമ്മളൊരു പക്ഷേ വലിയ വിശ്വസുന്ദരിമാരൊന്നും ആയിരിക്കുകയല്ല, സുന്ദരന്മാരും ആയിരിക്കണമെന്നില്ല. പക്ഷേ ഈശോ പറഞ്ഞത് സത്യമാണ്. കാക്കയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ എന്നുള്ളത് പരമാർത്ഥം. ദൈവം പരിപാലിക്കാനുണ്ട് എന്ന തിരിച്ചറിവാണ് ആത്യന്തികമായ വിശ്വാസം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ മനുഷ്യനെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. എന്നെ കാക്കാൻ, പരിപാലിക്കാൻ എനിക്ക് സർവേശ്വരനായ ദൈവം ഉണ്ട് എന്ന തിരിച്ചറിവ്. മനുഷ്യ ജീവിതത്തിൽ ആത്യന്തികമായി നമ്മൾ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കും എന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇല്ലേ? ഞങ്ങൾ കുടുംബജീവിതമൊന്നും ഇല്ലാത്ത ബ്രഹ്മചാരികളായതുകൊണ്ട് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാനില്ല, മക്കളെക്കുറിച്ചൊന്നും ചിന്തിക്കാനില്ല. അങ്ങനെയപ്പോൾ ഞാൻ ആലോചിച്ച്, ഞാൻ എന്തിനെക്കുറിച്ചായിരിക്കും ഇപ്പം മരിക്കേണ്ടി വന്നാൽ എന്തിനെക്കുറിച്ചായിരിക്കും അവസാനം എൻ്റെ മനസ്സിൽ ചിന്ത വരിക എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുമായിരുന്നു. അത് എനിക്ക് ദൈവം അടുത്ത കാലത്ത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു. ഞാൻ മരിച്ചില്ല എന്ന് ഇപ്പോഴും നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ മരണകരമായ ഒരു സാഹചര്യം ഉണ്ടായി. അത് ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ ഒരു പഠന ആവശ്യത്തിന് വേണ്ടി വിദേശ യാത്രയ്ക്ക് പോയതാണ്. അമേരിക്കയിലെ ഒരു പള്ളിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം ഞാൻ തിരിച്ച് യൂറോപ്പിൽ ബ്രസൽസിലേക്ക് വരികയാണ്. കെന്നഡി എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട ഈ വിമാനം ഖത്തർ എയർവേസിൻ്റേതാണ്.
ഈ വിമാനത്തിൽ ഇരുന്ന് ഞങ്ങൾ യാത്ര ചെയ്യുക. ഒരു 4 മണിക്കൂറോളം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിൽ വിമാനം ഇങ്ങനെ പറന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതിനെന്തോ ഇളക്കവും കുലുക്കവും ഒക്കെ. ഉടനെ പൈലറ്റ് പറഞ്ഞു, നമുക്ക് കെന്നഡി എയർപോർട്ടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഇത് ചുഴലിക്കൊടുങ്കാറ്റിൽ വിമാനം പെട്ടുപോയി, ഞാൻ അന്തരീക്ഷത്തിൽ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് വിമാനം, ഇപ്പം നമ്മുടെ വിമാനം മുമ്പോട്ട് നീങ്ങുന്നില്ല, അതുകൊണ്ട് 5 മിനിറ്റിൽ കൂടുതൽ ഇങ്ങനെ നമുക്ക് നിൽക്കത്തില്ല, ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോ, അത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഈ ക്യാപ്റ്റൻ വിമാനത്തിൽ അനൗൺസ് ചെയ്തു. എന്നിട്ട് ഖത്തർ എയർവേസിൻ്റേതായതുകൊണ്ട് ഈ ഇസ്ലാം സഹോദരങ്ങളുടെ പ്രാർത്ഥനാ സൂക്തം എന്ന നിലയിൽ നമ്മൾ ഇസ്ലാം സഹോദരങ്ങൾ പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന കേൾക്കാറുണ്ട് അല്ലേ, ഒരു നീട്ടി ഉള്ള പ്രാർത്ഥനാ സൂക്തമാണ്. അതുപോലത്തെ സൂക്തങ്ങൾ ഈ വിമാനത്തിൻ്റെ സൗണ്ട് ബോക്സിലൂടെ ഇവർ ഇടാൻ തുടങ്ങി. അതൊരു പ്രാർത്ഥനയാണ്. ആ കൂട്ടത്തിൽ സകലമാന മനുഷ്യരും നിലവിളിക്കാനും തുടങ്ങി. ആകെ എല്ലാവർക്കും മനസ്സിലായി ഇപ്പം 5 മിനിറ്റിനുള്ളിൽ മരിക്കും. പക്ഷേ എനിക്ക് ആ സമയത്ത് ഒരു ആശ്വാസം തോന്നിയ ഒരു ചിന്ത ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ ആത്യന്തികമായ ചിന്ത എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരിക. ആ നേരത്തെ എനിക്ക് വലിയ ആശ്വാസം തോന്നിയ ഒരു ചിന്ത ഇതാണ്: ഞാൻ മരിക്കാൻ റെഡിയാണ്. കാരണം തിരിച്ചു വരുന്നതിന് മുമ്പ് എൻ്റെ ഇടവപ്പള്ളിയിൽ അവിടെ ഒരു അമേരിക്കൻ അച്ഛൻ, പ്രായമായി 95 വയസ്സായ ഒരു അച്ഛൻ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഞാൻ തിരിച്ചു പോരുന്ന പ്രമാണിച്ച് അച്ഛനെ ചെന്ന് കണ്ട് പറഞ്ഞു, ഇതേ അച്ഛ, ഞാൻ പോകുവാണ്, ഇനി പിന്നെ ഒത്താ കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോരാറിറങ്ങിയപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ചെറുപ്പമായതുകൊണ്ട് വിശ്വസിക്കുകയില്ലായിരിക്കും, എന്നാലും ഞങ്ങൾ അമേരിക്കക്കാരുടെ ഒരു പഴയ പതിവുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും അറ്റ്ലാന്റിക് സമുദ്രം കുറുകെ കിടക്കാൻ പോയാൽ അവൻ അന്ത്യകൂദാശ, ഒടുവിലത്തെ ഒപ്രശമ സ്വീകരിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് അച്ഛൻ എൻ്റെ മുമ്പിൽ മുട്ടേ നിൽക്കുകയാണ്, ഞാൻ ഒപ്രശമ തരാം എന്ന് ഈ വല്യച്ഛൻ പറഞ്ഞു. ഞാനാകെ അമ്പരന്നെടാ, ഈ 95 വയസ്സായ അപ്പാപ്പൻ അച്ഛൻ എന്നോട് ഒപ്രശമ ചോദിച്ചാൽ അതിൽ അർത്ഥമുണ്ട്. പയറ് പോലെ നടക്കുന്ന എനിക്ക് ഈ അച്ഛൻ എന്തിനാ ഒപ്രശമ തരാൻ ശ്രമിക്കുക? എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും അച്ഛനെ പിണക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ സമാധാനമായിട്ട് മുട്ടേ നിന്നു. അച്ഛൻ എനിക്ക് ഒപ്രശമ തന്നു. ഞാൻ തിരികെ പോരുകയും ചെയ്തു. ഈ മരണം മുമ്പിലുണ്ട് എന്ന് ഈ ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാകാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ: വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപം മോചിക്കപ്പെട്ടു. ഞാൻ എൻ്റെ വിശ്വാസമനുസരിച്ച് മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി എനിക്ക് ശാന്തമായിട്ട് മരിക്കാം. ആ സീറ്റിലേക്ക് തലചാരിയിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാകാനുള്ള ഒരേ ഒരു കാരണം, ഞാൻ ദൈവത്തിനു മുമ്പിൽ എൻ്റെ വിശ്വാസമനുസരിച്ച് മരിക്കാൻ ഒരുങ്ങി എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ജീവിതത്തിലെ ആത്യന്തികമായ ചോദ്യം ഇതാണ്: നീ ദൈവവുമായിട്ടുള്ള നിൻ്റെ ബന്ധം ശരിയാണ് എങ്കിൽ നിൻ്റെ മനസ്സ് മരണത്തിൻ്റെ മുമ്പിലും സ്വസ്ഥമാണ്. ദൈവവുമായുള്ള ബന്ധം നമുക്ക് നഷ്ടമാകുമ്പോൾ മരണം വേണ്ട, ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളിലും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. പരിപാലിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ച് ഗൗരവമായ വിചിന്തനം നടത്തേണ്ടതുണ്ട്. പരിപാലിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന നേതാക്കന്മാർ എന്നൊക്കെ രാഷ്ട്രീയക്കാരെ കുറിച്ച് നമ്മൾ പറയും അല്ലേ? രാഷ്ട്രീയക്കാരുടെ പരിപാലനം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ ഇന്ത്യയിലെ ജനങ്ങളോട് പരിപാലിക്കുന്ന നേതാവ് എന്നൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. ദൈവം നമ്മളെ പരിപാലിക്കുന്ന നേതാവാന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ എല്ലാവർക്കും? കാരണം നേതാവ് പരിപാലിക്കപ്പെടുന്നവൻ എന്നതാണ് നമ്മുടെ നാട്ടിലെ തത്വം അല്ലേ? നേതാവ് ആരെയും പരിപാലിക്കാറില്ല. നേതാവ് പരിപാലിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നവന്. മുമ്പിലും പിമ്പിലും അകമ്പടി വാഹനങ്ങൾ, ചുറ്റും കരിമ്പൂച്ചകൾ തോക്കുമായിട്ട് നിൽക്കുന്ന ഈ നേതാവിനെ ആരെങ്കിലും ആക്രമിക്കാൻ തുനിഞ്ഞാൽ കരിമ്പൂച്ചകളുടെ ഉത്തരവാദിത്വം എന്താ? അവരെ അങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ. ഈ കരിമ്പൂച്ച എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ് അല്ലേ? ഇവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഇവൻ ചുറ്റും നിന്ന് സകല വെടിയുണ്ട് നെഞ്ചിൽ മേറ്റുവാങ്ങിക്കൊണ്ട് ഈ നേതാവിനെ രക്ഷിക്കണം. നേതാവ് പരിപാലിക്കപ്പെടുന്നവനാണ്.
അത് ഈ ലോകത്തിൻ്റെ സങ്കല്പമാണ്. നേതാവ് പരിപാലിക്കപ്പെടേണ്ടവനാണ് എന്ന്. നേതൃത്വത്തിലുള്ളവൻ എപ്പോഴും സംരക്ഷിത കവചവാഹനങ്ങൾക്കുള്ളിൽ സുരക്ഷിതമാണ്. അണികൾ, പട്ടാളത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉത്തരവിടുന്ന ഉന്നത ഉദ്യോഗസ്ഥരാരും വെടികൊണ്ട് മരിക്കാറില്ല. വെടികൊണ്ട് മരിക്കുന്ന ആരാണ്? ഈ പാവപ്പെട്ട പടയാളികളാണ്. ഇറാഖിൽ യുദ്ധം ചെയ്യണം, അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യണം എന്നൊക്കെ കൽപ്പന പുറപ്പെടുവിച്ച പ്രസിഡന്റ് പുലി പോലെ ഇപ്പോഴും നടപ്പുണ്ട്, അല്ലേ? അത് കേട്ട് യുദ്ധത്തിന് പോയ എത്രയോ പടയാളികൾ മരിച്ചു വീണു. നോക്കുക, പരിപാലിക്കപ്പെടുന്ന നേതൃത്വങ്ങളെ നമുക്ക് പരിചിതമായിട്ടുള്ളൂ. പരിപാലിക്കുന്ന നേതൃത്വത്തെക്കുറിച്ച് നമുക്കിതുവരെയും മനസ്സിലായിട്ടില്ല. നെപ്പോളിയൻ്റെ ജീവചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. നെപ്പോളിയൻ ലക്സംബുർഗ് ആക്രമിച്ച് കീഴടക്കാൻ പോവുക. ഫ്രഞ്ചുകാരനാണ് നെപ്പോളിയൻ എന്നാണ്, നിങ്ങൾക്കറിയാം നെപ്പോളിയനെ കുറിച്ച്, അല്ലേ? ഈ രാജാവ് ഈ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാൻ പോകുന്ന വഴിക്ക് ഈ ശത്രുരാജ്യം, ഈ ലക്സംബുർഗ് രാജ്യം വലിയ ഒരു കിടങ്ങ് കുഴിച്ചു. 10-20 അടി ആഴമുള്ള ഈ കിടങ്ങ്, വിശാലമായി കിടങ്ങ്, ഇത് കടന്നേച്ച് വേണം എങ്ങോട്ട് പോകാൻ? ഈ നെപ്പോളിയൻ്റെ സൈന്യത്തിന് അക്കരെ എത്താൻ. ഇത് കടക്കാൻ ഒരു നിവൃത്തിയില്ല. പടയാളികൾ ആയിരക്കണക്കിന്, 10,000-കണക്കിന് പടയാളികൾ വന്ന് നിരന്നു. നെപ്പോളിയൻ പറഞ്ഞു മുമ്പോട്ട് പോവുക എന്ന്. എങ്ങനെ മുമ്പോട്ട് പോകും? ഇത്രയും വലിയ കുഴിക്കകത്തേക്ക് ചാടാൻ പറ്റുമോ? നെപ്പോളിയൻ കൽപ്പിച്ചു, മുമ്പോട്ട് നീങ്ങിയില്ലെങ്കിൽ വെട്ടി അരിയും എല്ലാവരെയും. ആളുകൾ മുമ്പോട്ട് നീങ്ങി. ആദ്യം പോയവരെല്ലാം കിടങ്ങിലേക്ക് വീണു മരിച്ചു. കുതിരകളും കുതിരപ്പടയാളികളും കിടങ്ങിൽ വീണു. ഏകദേശം 12,000-ഓളം കുതിരകളും കുതിരപ്പടയാളികളും വീണ് മരിച്ചപ്പോൾ കിടങ്ങ് നിറഞ്ഞു. കാരണം അവരുടെ മൃതശരീരം കൊണ്ട് കിടങ്ങ് നിറഞ്ഞു. അതിൻ്റെ മുകളിലൂടെ ശേഷിക്കുന്ന സൈന്യത്തെ മുന്നോട്ട് നയിച്ച് നെപ്പോളിയൻ വിജയം വരിച്ചു എന്ന് യുദ്ധചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം കരഞ്ഞാലും ആരെല്ലാം കണ്ണീര് കുടിച്ചാലും എനിക്കൊന്നുമില്ല, എൻ്റെ സൗകര്യങ്ങളും എൻ്റെ നേട്ടങ്ങളും എൻ്റെ വിജയങ്ങളും പരമപ്രധാനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരുപക്ഷെ നേതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്നത് അടിസ്ഥാനപരമായി ഈ പരിപാലിക്കപ്പെടുന്ന നേതൃത്വങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. എന്നാൽ ഇവിടെ ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് പരിപാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ കാലഘട്ടത്തിലെ മനുഷ്യന് മനസ്സിലാക്കാനാവാത്തത്ര തീഷ്ണതരമായ ഒരു ദൈവവചനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്വയം മറന്ന് പരിപാലിക്കുക എന്നുള്ളത്, തനിക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കാതെ പരിപാലിക്കുക എന്നുള്ളത് ആത്യന്തികമായി മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതല്ലേ സത്യം. പഴയ നിയമത്തിൽ അസാസേൽ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. പാപപരിഹാര ദിനത്തിൽ പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതന്മാർ ഒരുമിച്ചുകൂടി ഒരാടിനെ കൊണ്ടുവന്ന് ആ ആടിൻ്റെ ദേഹത്തേക്ക് മനുഷ്യൻ്റെ മുഴുവൻ പാപവും ഊതും. ഓരോ പാപവും പറഞ്ഞിട്ട് ആടിൻ്റെ തലയിൽ ഊതും. അപ്പോൾ മനുഷ്യൻ്റെ ആ പാപം ആടിൻ്റെ തലയിൽ വെച്ചു എന്നാണ് അർത്ഥം. അതിനുശേഷം ഈ